ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് അതിക്രൂരമായി പ്രവർത്തകരെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. 5 യുവമോർച്ച പ്രവർത്തകർക്കാണ് ഗുരുതരമായി പരിക്കേറ്റതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുണിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അടിച്ചമർത്തലിനൊന്നും തങ്ങൾ ഒതുങ്ങില്ല, ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച ഉറക്കെ ആഹ്വാനം ചെയ്യുന്നത്. തങ്ങൾ നീതിക്ക് വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത്, തങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത്, തങ്ങൾ സർക്കാരിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്, തങ്ങൾ അനീതിക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെയാണ് യുവമോർച്ച ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളന്മാരാരായാലും അവരെ മുട്ടുകുത്തിച്ചിട്ടേ തങ്ങൾ പിറകോട്ടുള്ളൂ എന്നാണ് യുവമോർച്ച ആഹ്വാനം ചെയ്യുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സ്വർണ്ണ കവർച്ചയിൽ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ എന്നിവർ ഇന്ന് ഗവർണറെ കാണും. വൈകിട്ട് 3:30 കൂടിക്കാഴ്ച. രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സ്വർണ്ണ കവർച്ചയിൽ BJP ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധം കൂടുതൽ കനക്കും. ഇപ്പോൾ ഇതാ ഗവർണറുടെ നിർണായക ഇടപെടലാണ് BJP ആവശ്യപ്പെടുന്നത്. മറ്റെന്തെല്ലാം ആവശ്യങ്ങളായിരിക്കും ഉന്നയിക്കുക? ശാലിനി, കേൾക്കാമെങ്കിൽ ഗവർണറെ ഇന്ന് വൈകിട്ട് 3 മണിക്ക് 3:30 ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് BJPക്ക് ലഭ്യമിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 3:30 BJP സംസ്ഥാന നേതൃത്വത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ, ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ, ഈ 3 പേരുമാണ് രാജ്ഭവനിലേക്ക് ഈ ആവശ്യവുമായി എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് 3:30. പ്രധാനമായും BJP മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്നുള്ളത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കെടുകാര്യസ്ഥത തുടരുന്ന സാഹചര്യം അന്വേഷണം അടക്കം അട്ടിമറിക്കുമോ എന്നുള്ള ആശങ്ക തങ്ങൾക്ക് നിലനിൽക്കുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ ഗവർണർ കൃത്യമായ ഇടപെടൽ ആവശ്യപ്പെടണം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഗവർണർ ആവശ്യപ്പെടണമെന്നൊരു ആവശ്യം കൂടി BJP സംസ്ഥാന നേതൃത്വം ഗവർണറുടെ മുൻപിലേക്ക് രാജ്ഭവനിലെത്തി അറിയിക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില നിവേദനങ്ങളടക്കം ഗവർണർക്ക് നൽകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും തുടക്കം മുതൽ തന്നെ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ച, സ്വർണ്ണക്കൊള്ള, അതിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണം. കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ടേക്ക് അന്വേഷണത്തിന് എത്തണമെന്നൊരു ആവശ്യം തുടക്കം മുതൽ BJPയാണ് മുന്നോട്ട് വെച്ചത്. ആദ്യം മുതൽ തന്നെ BJPയാണ് ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രപതി അടക്കമുള്ളവരുടെ ഇടപെടൽ ഈ കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം ഇന്ന് ഗവർണറെ നേരിട്ട് കണ്ട് ആ കൂടിക്കാഴ്ചയിൽ അറിയിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ BJP നടത്തുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നു. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവന്റെ വീട്ടിലേക്ക്, ഔദ്യോഗിക വീട്ടിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ചുകൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ഹൈന്ദവ സംഘടനകളും BJPയും എത്തിയ സാഹചര്യം. ഇന്നിപ്പോൾ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് യുവമോർച്ച അടക്കം ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുന്ന സാഹചര്യം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു പക്ഷേ 2.5 മണിക്കൂറിലധികം നീണ്ട അതിശക്തമായ പ്രതിഷേധം, സംഘർഷമൊക്കെ സാക്ഷ്യം വഹിച്ച മണിക്കൂറുകൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രാജ്ഭവനിലേക്ക് എത്താൻ പോകുന്നത്. രാജ്ഭവനിലെത്തി വിശദമായി തന്നെ നിലവിലെ സാഹചര്യം ഗവർണറെ അറിയിക്കും. ഗവർണർക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്താം, അത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട്, നിലവിലെ സാഹചര്യം അറിയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് ആവശ്യപ്പെടാം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം കൂടാതെ തന്നെ രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെടാം. അങ്ങനെ കൃത്യമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശക്തമായ നിലപാട് കൂടുതൽ ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധിക്കും. ഭക്തർക്ക് നീതി വാങ്ങി നൽകിയിട്ടേ BJP പിന്നോട്ടുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം.